നടന്നോ, നടന്നോളൂ. എന്താ ഉണ്ടായത്? ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രിക്ക് എടുക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്, മനസ്സിലായോ? ഓ, ഇനി ഇത് ആവർത്തിക്കരുത്. ആരും കണ്ടിട്ടില്ല. ദയവേദി ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്. എനിക്കത് ക്ഷീണ. കമോൺ. അതെ, ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല കേട്ടോ. ഇയാളാള് വളരെ ഡീസന്റാ. തകരാറ് കാറിന്റെ ഒന്നല്ല. കാർ നല്ല ബെസ്റ്റ് കാറാ. ഞങ്ങൾ പോട്ടെ. പോട്ടെ എന്നാ ചേട്ടാ. വരട്ടെ. ഓ, വലത്തെ കണ്ണിന് ഒരു കുഴപ്പമില്ല സാർ. രണ്ടെണ്ണം കൂടെ എന്നെ തുലയ്ക്കാൻ ഇറങ്ങിയിരിക്കല്ലേ? ഇല്ല സാർ, അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടില്ല. എന്നാൽ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. വർക്ക് സ്പോട്ടിൽ ആളില്ലെങ്കിൽ പണി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആ വാങ്ങിച്ച അഡ്വാൻസ് തിരിച്ചു തന്നിട്ട് സ്ഥലം കാലിയായിരിക്കും സാർ. ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. രൂപ തന്നിട്ട് ബാക്കി സംസാരിച്ചാൽ മതി. മഹാഭൂർഷാസിയാണ്. തൊഴിലാളികളോട് യാതൊരു കരുണയില്ലാത്ത ഇയാളോടൊന്നും ആത്മാർത്ഥത കാണിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. ഒട്ടും സമയമുണ്ടായിട്ടല്ല. പക്ഷേ സുലോചന തങ്കപ്പം പറഞ്ഞാൽ തട്ടിക്കളയാൻ പറ്റില്ലല്ലോ. ഞാൻ KG പൊതുവാണ്. ഡാൻസ് മാസ്റ്റർ. അതെ. വരൂ. ഇരിക്കൂ. ഒരു മാസം മുമ്പാ സുലിച്ചേച്ചി താങ്കളെ പറ്റി പറഞ്ഞത്. യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ തിരക്കിലായിരുന്നു ഞാൻ. ഞാൻ സാധാരണ വീടുകളിൽ ചെന്ന് ക്ലാസ് എടുക്കാറില്ല. പക്ഷേ സുലോചന തങ്കപ്പം പറയുമ്പോ എന്റെ മോക്ക് 1ാം സമ്മാനം കിട്ടണം. ഡാൻസിന്റെ എല്ലാ മത്സരങ്ങളിലും 1ാം സമ്മാനം തന്നെ മോക്ക് കിട്ടണം. അത് നമ്മളിപ്പോ ക്ലാസ് തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ. അതെ, സാറ് വിചാരിച്ചാ നടക്കും. നമുക്ക് നോക്കാം. നോക്കിയാ പോരാ, ഉറപ്പ് തരണം. ഞാൻ സാധാരണ ആർക്കും അങ്ങനെ ഉറപ്പ് കൊടുക്കാറില്ല. സുലോചന തങ്കപ്പം പറഞ്ഞുകൊണ്ട് മാത്രമല്ല, എന്തോ ഉറപ്പ് തരാൻ തോന്നിപ്പോന്നു. അത് മതി. എന്താ പേര്? മൈ നെയിം ഈസ് കാഞ്ചന. കാഞ്ചന. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. കവിക്ക് തെറ്റി. ഈ ബന്ധനം മധുരമുള്ള ബന്ധനം. ഭർത്താവ് ഇവിടെ ഇല്ലല്ലോ? ഇല്ല. മോളെ ദിവ്യേ, ഒന്നിങ്ങി വന്നേ. വരുന്നു മമ്മി. എത്ര കുട്ടികളുണ്ട്? ഇവിടെ ഉള്ളൂ. ഇനി കുട്ടികൾ വേണ്ടേ? എന്താ പിന്നെ കുട്ടികൾ ആവാഞ്ഞേ? മോള് വാ. മോളെ ഡാൻസ് പഠിപ്പിക്കാൻ വന്ന മാഷ. എന്താ മോളുടെ പേര്? എന്തിനാ മമ്മി പെൺകുട്ടികളെ പോലെ മുടി നീട്ടിയിരിക്കുന്നത്? അത് മോളെ, സാധാരണ ഡാൻസ് മാസ്റ്റർമാർ മുടി നീട്ടിയിരിക്കും. ഇപ്പോഴത്തെ ചില മാഷന്മാര് മുടി നീട്ടാറില്ല. അവർക്ക് ഡാൻസ് പറഞ്ഞുകൂടാന്ന് വെച്ചോളൂ. അപ്പൊ നമുക്ക് തുടങ്ങാം. മോള് വരൂ. വേണ്ട മമ്മി. വേണം. അനുസരണക്കേട് കാണിച്ച് അടിച്ച് പുറം പൊളിക്കും ഞാൻ. തെയ്യം 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 താ 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 തെയ്യം. എന്തോന്നാ കാഞ്ചന ഇതൊക്കെ? KG പൊതുവെളിനെ പറ്റി കേട്ടിട്ടില്ലേ? മിടുക്കം മാഷാത്രേ. ഈ മിടുക്കന്മാർക്കൊക്കെ കൊടുക്കാൻ കാശ് എവിടെയെന്നാ ഞാൻ ചോദിച്ചത്. കാറിന് വേണ്ടി വാങ്ങിച്ച അഡ്വാൻസ് തിരിച്ചു കൊടുക്കണമെന്ന് MD പറഞ്ഞത്. ഇൻസ്റ്റാൾമെന്റുകാർക്ക് വീട്ടുവാടക. നമുക്ക് ഒരേ ഒരു മോളല്ലുള്ളൂ സുഖേട്ടാ. സ്വന്തം കുട്ടികൾക്ക് മത്സരത്തിൽ 1ാം സമ്മാനം കിട്ടാൻ വേണ്ടി ഓരോ രക്ഷിതാക്കള് തമ്മി കത്തിക്കുത്തി നടത്തുന്ന കാലായത്. എന്തിന്? എന്ത് നേടാൻ? നമ്മുടെ മോള് പേരെടുക്കുന്നത് നമുക്ക് അഭിമാനല്ലേ സുഖേട്ടാ? നിന്റെ അച്ഛനും അമ്മയ്ക്കും നിന്റെ കാര്യത്തിൽ അങ്ങനെ അഭിമാനിക്കണമെന്ന് തോന്നിയില്ലല്ലോ. മുമ്പ് രക്ഷിതാക്കൾ കുട്ടികളെ പഠിപ്പിച്ചിരുന്നത് അടുക്കള പണിയും വിനയവും സൽസ്വഭാവമൊക്കെ ആയിരുന്നു. ഡാൻസ് പഠിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അത് മറ്റുള്ളവരെ കുത്തിക്കൊല്ലാനുള്ള ഒരു ആയുധമാക്കുന്നതാണ് കുഴപ്പം. സുഖേട്ടൻ കാലത്തിനൊത്ത് മാറിയിട്ടില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കാനുള്ള നിന്റെ ബുദ്ധിയുടെ കാര്യത്തിലും ഇതുവരെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. എന്നുവെച്ചാ ഞാൻ ബുദ്ധിയില്ലാത്തവളാണെന്നല്ലേ? എന്ത് തോന്നുന്നു? സുഖേട്ടൻ ഇപ്പൊ പഴയ പോലെ എന്നോട് സ്നേഹമൊന്നുമില്ല, മോളോടും ഇല്ല.
ഞാനിപ്പോ ചെയ്ത കുറ്റം എന്താ? ആകെയുള്ളൊരു മോളെ ഇത്തിരി ഡാൻസ് പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു. വേണ്ട, സുഖേട്ടിന് ഇഷ്ടമല്ലെങ്കിൽ പൊതുവാള് മാഷിനോട് ഇനി വരണ്ടാന്ന് പറയാം. എന്റെ കുടുംബത്തിൽ കാശില്ല, എനിക്ക് ആരുമില്ല, എനിക്കും എന്റെ മോക്കും ആരുമില്ല. കാഞ്ചന, ഞാൻ പറഞ്ഞത് വേണ്ട സുഖേട്ട, എനിക്കെല്ലാം മനസ്സിലായി. എന്താ ഒരു കൈ നോക്കണോ? ഞാൻ വേറൊരു കാര്യത്തിന് സാറിനെ അന്വേഷിച്ചിറങ്ങിയതാ. പറഞ്ഞോളൂ. സ്വകാര്യാണ്. ഓക്കേ. സിൻചായ്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോളൂ. ക്യാരി ഓൺ. ഞാൻ കുറച്ച് സാമ്പത്തിക ഞെരുക്കത്തില്ല. കടം ചോദിക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല. അന്ന് ഞാൻ ചോദിക്കാതെ തന്നെ എന്നെ സഹായിക്കാനുള്ള മനസ്സിൽ കാണിച്ച സാറിനോട് എനിക്ക് ധൈര്യമായിട്ട് പറയാലോ. ഞാൻ ആ കാര്യം അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അന്നത്തെ കാശേ ജിജിയുടെ അക്കൗണ്ടിൽ നിന്ന് എടുത്തതാ. അവളത് ചോദിച്ചു. ഉവ്വ്, എല്ലാം കൂടെ ഒരുമിച്ച് തിരിച്ചു തരാം. ഇൻസ്റ്റാൾമെന്റിലും മറ്റും കുറെ സാധനങ്ങൾ വാങ്ങിച്ചിരുന്നു. അതൊക്കെ അയ്യോ, ഇപ്പൊ ഉള്ളത് തിരിച്ചു കൊടുക്കാതെ ജിജിയോട് മിണ്ടാൻ പറ്റില്ല. സാർ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നാ മതി. അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്റെ കാശ് വേണ്ടേ? ഒന്നും മിനിങ്ങാനുള്ള രൂപ തന്നെ ജിജിയുടെ കാല് പിടിച്ച ഒപ്പിക്കണത്. കാശുള്ളത് മുന്നേ അവളുടെ കയ്യിലാ. അത് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബകഥ ഒരുപാട് പറയേണ്ടി വരും. നടപ്പില്ലാന്ന് മാത്രം ഇപ്പൊ തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. വല്ലാത്തൊരവസ്ഥയായി പോയി. അല്ല, അത്ര അത്യാവശ്യമാണെങ്കിൽ തൽക്കാലത്തേക്ക് സാറിന്റെ ഭാര്യയുടെ ആഭരണങ്ങളൊന്ന് പണയം വെച്ചൂടെ? അത് പണയത്തിലാണ്. ഞാൻ ആശുപത്രി കിടന്നപ്പോഴും വാടകയ്ക്കും അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ സാറിത് ആരോടും പറയണ്ട.